ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. 84 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ പ്രകടനം ജയത്തിൽ നിർണായകമായി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, മത്സരം എങ്ങനെയായിരുന്നു? വളരെ ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ഈ സെമി എന്ന് പറയുന്നത്. കരുത്തരായ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നു. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് 5ാമത്തെ ഫൈനലിലേക്ക് ഇന്ത്യ എത്തിയെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് നടന്നത്. ആദ്യം ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ 264 റൺ നിശ്ചിത ഓവറിൽ എടുക്കുകയായിരുന്നു. അവരുടെ വിക്കറ്റുകൾ എല്ലാവരും പുറത്താവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വളരെ മികച്ച രീതിയിൽ ഇന്ത്യക്ക് അവിടെ ബൗൾ ചെയ്യാനാണ് സാധിക്കുന്നു. കൂടാതെ ഒരു സ്പിന്നിനെ തുണയ്ക്കുന്നൊരു പിച്ചാണ് ദുബായിലെ പിച്ച്. അവിടെ 4 സ്പിന്നർമാരുമായാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. കൂടാതെ പേസറായ മുഹമ്മദ് ഷമിയുടെ പ്രകടനം അതും എടുത്തു പറയേണ്ട കാര്യമാണ്. 3 വിക്കറ്റുകൾ മുഹമ്മദ് ഷമി വീഴ്ത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നിർണായക വിക്കറ്റുകളെല്ലാം തന്നെ പിഴുതെടുത്തത് മുഹമ്മദ് ഷമിയാണ് എന്നതും പറയേണ്ടിയിരിക്കുന്നു. ഈ ഓസീസിനെയിൽ നോക്കുകയാണെങ്കിൽ നായകൻ സ്റ്റീവ് സ്മിത്തും അതോടൊപ്പം തന്നെ അലക്സ് ക്യാരിയുമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. അവരുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് ടീം ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത്. 264 റൺസ് എടുത്തത്. അലക്സ് ക്യാരി 61 റൺസും സ്റ്റീവ് സ്മിത്തും 73 റൺസ് എടുക്കുകയും ചെയ്തു. കൂടാതെ ലബുഷേൻ അതോടൊപ്പം തന്നെ ഉള്ള താരങ്ങളെല്ലാം തന്നെ ഒരു ഭേദപ്പെട്ട പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നു. കൂടാതെ ട്രാവിസ് ഹെഡും 39 റൺസ് എടുത്ത് പുറത്താവുന്നു. ആ രീതിയിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം താരങ്ങളെല്ലാം കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ നായകൻ സ്റ്റീവ് സ്മിത്തിൻ്റെ അതോടൊപ്പം അലക്സ് ക്യാരിയുടെ ഒരു പ്രകടനമാണ് 264 എന്ന സ്കോറിലേക്ക് ഓസീസിനെ എത്തിച്ചത്. കൂടാതെ മറുപടി ബാറ്റിങ്ങിൽ ഒരു മികച്ച തുടക്കം നൽകാനായി രോഹിത് ശർമ്മ ശ്രമിച്ചെങ്കിലും അത് വളരെ വേഗം തന്നെ അദ്ദേഹം ഔട്ടാവുന്നൊരു സ്ഥിതി ഉണ്ടായി. രോഹിത് ശർമ്മ 28 റൺസ് എടുത്ത് പുറത്താവുന്ന സാഹചര്യം. പിന്നാലെ ശുഭാൻ ഗിൽ പോകുന്നു. എന്തായാലും ഈ ഓപ്പണിംഗ് നിര വലിയ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഒരു നെടുന്തൂണായി നിന്ന് മികച്ച രീതിയിൽ വിരാട് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തെന്നതാണ് ഈ സെമി പോരാട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. 84 റൺസ് എടുത്താണ് വിരാട് കോഹ്ലി പുറത്തായത്. എന്തായാലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും ഒരു വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ഔട്ടായി എന്നത് കാര്യം തന്നെയാണ്. അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തിയില്ല എന്നത് തന്നെയാണ് ആരാധകരെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യം. എങ്കിലും ഒരു മികച്ചൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നു. 84 റൺസ് എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ 5 ഫോറുകൾ ഉൾപ്പെടുന്നു. ബാക്കി സിംഗിളുകളാണെന്നതും പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ശ്രേയസ് അയ്യരും ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. 45 റൺസാണ് ശ്രേയസ് അയ്യർ 62 ബോളിൽ നിന്നായി എടുത്തത്. കൂടാതെ KL രാഹുൽ 42 റൺസ് എടുത്ത് പുറത്താവുന്നത് എന്ന്. കൂടാതെ ഒടുവിലായി ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും എടുത്തു പറയേണ്ട കാര്യമാണ്. തുടരെ 6കൾ വെക്കുകയും ഓസീസിനെ ഞെട്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പത്തിലാക്കി എന്ന് പറയാം. അവസാന നിമിഷങ്ങളിലെല്ലാം തന്നെ ഒരു 6കൾ പറത്തി മത്സരാവേശം ഇരട്ടിയാക്കിയൊരു പ്രകടനം ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നതും പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസീസ് നിരയിൽ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ ഓസീസ് പന്തെറിയാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് ബലം കണ്ടില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നു. ആദം സാംബ അടക്കം മികച്ച രീതിയിൽ ബൗൾ ചെയ്തു. 2 വിക്കറ്റുകൾ ആദം സാംബ വീഴ്ത്തി. കൂടാതെ നാഥൻ എല്ലിസ് 2 വിക്കറ്റ് വീഴ്ത്തുന്നു. ആ രീതിയിൽ പേസർമാരും സ്പിന്നർമാരും ഓസീസിനായി കഠിനമായി ശ്രമിച്ചെങ്കിൽ പോലും അത് ഫലം കണ്ടില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് 5ാമത്തെ ഫൈനൽ പ്രവേശനമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ. എന്തായാലും ഫൈനലിൽ കിരീടം കൊണ്ട് കപ്പ് കൊണ്ട് പോരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ ഉള്ളത്. അത്രയും ആത്മവിശ്വാസം ടീമിനുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നാളെ നടക്കുന്ന ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരത്തിലെ സെമി വിജയായിരിക്കും ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുക. എന്തായാലും ആവേശകരമായ മത്സരം തന്നെയാണ് വൃന്ദ ഇന്ന് നടന്നത്. തീർച്ചയായും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.